പ്രതിമാസം $2500 തൻ്റെ വരുമാനം കെട്ടിവയ്ക്കാനുള്ള റബ്ബർ ബാൻഡ് വാങ്ങാൻ മാത്രം അയാൾക്ക് ചിലവായിരുന്നത്. ഇങ്ങനെയാണ് ഇയാളെക്കുറിച്ച് ചരിത്രം പല സ്ഥലങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കുമിഞ്ഞുകൂടിയ പണക്കെട്ടുകൾ തകർന്ന കെട്ടിടങ്ങളിലും പാടത്തും വീടുകളുടെ ചുമരുകളിലുമൊക്കെയായിരുന്നു എസ്കോബാർ സൂക്ഷിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നീട് എസ്കോബാറും കുടുംബവും ഒളിവിൽ പോകേണ്ടി വരികയും ഇയാളെ കൊളംബിയൻ ഗവൺമെൻറ്റിൻ്റെ ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തിരുന്നു. കൂട്ടിന് കാവലായി തൻ്റെ തന്നെ എന്തിനും പോന്ന ക്രിമിനലുകളും. അവിടെ ഇരുന്നു കൊണ്ട് തൻ്റെ സാമ്രാജ്യം എസ്കോബാർ നിയന്ത്രിച്ചു. ഇത് തിരിച്ചറിഞ്ഞ സർക്കാർ എസ്കോബാറിനെ മറ്റൊരു ജയിലിലേക്ക് മാറ്റുവാൻ ശ്രമിച്ചെങ്കിലും നീക്കം മുൻകൂട്ടി അറിഞ്ഞ എസ്കോബാർ ആ ജയിലിൽ നിന്നും വിദഗ്ധമായി രക്ഷപ്പെട്ടു.